വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഒരു ലഡു ആണ്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെ നോക്കാം. അമൃതപ്പൊടി ഒരു 3 ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. പിന്നെ ക്യാരറ്റ് പൊടിച്ചത്, പിന്നെ തേങ്ങ ചിരവിയത് ഒരു മുറി തേങ്ങയാണ്, പിന്നെ ഒരു 3 ഏലക്ക, പിന്നെ അണ്ടി മുന്തിരി നമ്മളെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 ശർക്കര ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരുക്കിയതാണ്. നമുക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 4 സ്പൂണ് നെയ്യ് ഒഴിച്ച്, ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇനി അതൊന്ന് ചൂടാവട്ടെ. ഇപ്പം നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് അണ്ടിയും മുന്തിരിയും ഇട്ട് അത് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് വറവായാൽ നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ആയി വന്നിട്ട് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ക്യാരറ്റ് ആ നെയ്യിൽ കിടന്ന് ഒന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം എല്ലായിടത്തൊന്നായിണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് നന്നായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് തേങ്ങ, ഏലക്കായ ഒക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് അമൃതപ്പൊടി ആദ്യം പകുതി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് നന്നായി ഒന്ന് മിക്സായി വന്നാൽ ബാക്കിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ബാക്കിയും കൂടെ ചേർത്ത് ഞാനിപ്പോൾ കണ്ടത് നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് വറവായിട്ട് വരണം. ആ നെയ്യിൽ കിടന്നിട്ട് അപ്പം നെയ്യ് കൊണ്ടൊക്കെ നന്നായി നല്ലെടുത്ത് എല്ലാം പൊടിയിൽ നന്നായിട്ട് ആയിട്ടുണ്ട് നെയ്യ്. ഇനി അതൊന്ന് നന്നായി ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം അമൃതം പൊടി. അപ്പോൾ കണ്ട നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി കുക്കായത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അമൃതപ്പൊടി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ആ ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പാവും വെള്ളവും ഒക്കെ അതിലേക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഉരുട്ട ബോളാക്കാൻ പാകത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് കുറയാനായിട്ടൊന്ന് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം. ഇപ്പം കണ്ട നന്നായി ബോളാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.